നമസ്കാരം. ഇന്നത്തെ വീഡിയോ എങ്ങനെ സുരക്ഷിതമായി കടം കൊടുക്കാം. അതായത് ഇക്കാലത്ത് കടം കൊടുത്തുനിന്ന് വലിയൊരു കെണിയായി മാറിയിരിക്കുകയാണ്. പലർക്കും കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെ സുരക്ഷിതമായി കടം കൊടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി ഒരു ലോൺ എഗ്രിമെൻ്റ് എഴുതുക. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് ലോൺ എഗ്രിമെൻ്റ് എഴുതുക. അതിന് ലോൺ എമൗണ്ട് എത്രയാണ്, പിന്നെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ തിരികെ വാങ്ങാനാണ്, എത്ര തവണകളായിട്ടാണ് വാങ്ങാനാണ്, തവണകളായിട്ടാണോ അതോ മൊത്തമായിട്ടാണോ കടം തിരികെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അത് പിന്നെ എന്നാണ് അവസാന തീയതി, കടം തിരികെ നൽകേണ്ട അവസാന തീയതി, പിന്നെ അത് അവസാന തീയതിക്കുള്ളിൽ കടം തിരികെ നൽകിയില്ലെങ്കിൽ അതിനുള്ള പെനാൽറ്റി, പിന്നെ കടം കൊടുക്കുന്നയാളും കടം വാങ്ങുന്നയാളുടെയും ഒപ്പ്, പിന്നെ സാക്ഷികളുണ്ടെങ്കിൽ അവരുടെ ഒപ്പ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഒരു ലോൺ എഗ്രിമെൻ്റ്. ആ കടം കൊടുക്കുന്നത് ക്യാഷായിട്ട് കൊടുക്കാതിരിക്കുക. ഒന്നുകിൽ ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചെക്കായിട്ടോ ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ടോ ഒക്കെ കൊടുക്കുക. കഴിവതും ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒഴിവാക്കുക. ഒരു ന്യായമായ പലിശ നിരക്ക് ഈടാക്കുക. അതായത് പെർ ആനം, അതായത് വർഷത്തിൽ 12 മുതൽ 24 ആണ് RBIയുടെ ഗൈഡ് ലൈൻ. പക്ഷേ സേഫായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12 മുതൽ 18 വരെയാണ് സേഫായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ചുമത്താവുന്നത്. പിന്നെ വലിയ ലോണുകൾക്ക് നമ്മൾ കൊളാറ്ററൽ സെക്യൂരിറ്റി, സ്വർണമോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ പ്രമാണമോ പോസ്റ്റേറ്റഡ് ചെക്ക് ഒക്കെ സ്വീകരിക്കാം. സൈൻ ബ്ലാങ്ക് ചെക്കും മതിയാകും, പക്ഷേ അത് കുറച്ച് റിസ്കിയാണ്. എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യുക, നോട്ടറൈസ് ചെയ്യുക. കഴിയുമെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ അത്രയും നല്ലത്. 10,000-നും 50,000-നും ഒക്കെ മുകളിലുള്ള ലോണുകളാണെങ്കിൽ നോട്ടറൈസ് ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യുകയോ ഒക്കെ ലോൺ എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ തിരികെ തരുന്ന എല്ലാ റീപേയ്മെൻറ്റ്സും റെക്കോർഡുകൾ സൂക്ഷിക്കുക. ബാങ്ക് റെസിപ്റ്റുകൾ, പിന്നെ വാട്സാപ്പ് വഴി SMS വഴിയുള്ള കൺഫർമേഷൻസ്, എഴുതിപ്പെട്ട സൈൻ റെസിപ്റ്റ്, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുക. തിരിച്ചു വാങ്ങുന്ന കാശിനുള്ള റെക്കോർഡുകൾ സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഇത് പണം തരാൻ വൈകിയാൽ നമുക്ക് ഒരു ലീഗൽ നോട്ടീസ്, വക്കീൽ നോട്ടീസ് അയക്കാം. അതിനുശേഷം ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. പണത്തിൻ്റെ റിക്കവറിക്ക് വേണ്ടി ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. ചെക്ക് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 138 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് സുരക്ഷിതമായി കടം കൊടുക്കാനുള്ള മാർഗങ്ങൾ.